ഹായ് ഫ്രണ്ട്സ്, എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, പ്രണയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ ബ്രോ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ പരം ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇനി ദാമ്പത്യത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഡിവോഴ്സിനെ കുറിച്ച്. എന്താണ് ഡിവോഴ്സ്? രണ്ട് വ്യക്തികൾ, അറിയപ്പെടാത്ത രണ്ട് വ്യക്തികൾ, ഏതോ അച്ഛനും അമ്മയ്ക്കും ജനിച്ച രണ്ട് വ്യക്തികൾ, അവർ തമ്മിൽ ഒന്നു ചേരുമ്പോഴുള്ള പൊരുത്തക്കേടുകൾ ആണ് നമ്മൾ ഡിവോഴ്സിലേക്ക് ചെല്ലുന്നത്. അതിൽ പല പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കും. സംശയരോഗം, മദ്യപാനം, സെക്സ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോൾ രണ്ടുപേർക്കും അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സിലേക്ക് വരുന്നത്. ഈ ഡിവോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പിള്ളേരെയാണ് അത് കൂടുതലും ബാധിക്കുക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറേ കാര്യം ദാമ്പത്യ ജീവിതം ആകുമ്പോൾ നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം. കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. പിന്നെ നമ്മൾ ദേഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹവും വേണം. അതാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. അല്ലാതെ അങ്ങേര് ക്ഷമിക്കട്ടെ, അല്ലെ അവള് ക്ഷമിക്കട്ടെ, ഞാനങ്ങ് പിണങ്ങി അവരിങ്ങോട്ട് വരട്ടെ, അങ്ങനെയല്ല. ഒരാളൊന്ന് താന്നു കൊടുത്തെന്ന് പറഞ്ഞൊന്നുമില്ല. ഇപ്പം എന്തായാലും പ്രശ്നം ഉണ്ടായി, നിങ്ങളത് പറഞ്ഞു തീർക്കുക. പിന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം പോലും മറച്ചു വെക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പങ്കുവെക്കുക. അതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയും പിന്നെ ഈ സംശയരോഗവും അമിതമായ ദേഷ്യപ്പെടലും സെക്സ് അങ്ങനെയുള്ള അതെല്ലാം ഇതിന് കാരണമാണ്. സെക്സ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് താല്പര്യക്കുറവ്, ഒരാൾക്ക് താല്പര്യം കൂടുതൽ, അങ്ങനെയുള്ളതും ദാമ്പത്യ ജീവിതത്തിൽ ബാധിക്കും. കൂടുതലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ, അല്ല രണ്ടുപേരും ഭയങ്കര വാശിയിൽ നിങ്ങളുടെ വാശി നിങ്ങൾ കുറയ്ക്കുക. ഈ വാശിയാണ് നിങ്ങളെ കൂടുതലും ഇതിലേക്ക്. പിന്നെ നിങ്ങളുടെ ഈഗോസ്, ഈ ഈഗോസ് കാരണവും നമുക്കിങ്ങനെ അങ്ങേര് പിണങ്ങി, അല്ലെ അവള് പിണങ്ങി, ഇനി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നില്ല, അവൾ ഇങ്ങോട്ട് വേണം വേണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും. പിന്നെ വീട്ടിലുള്ള കലഹങ്ങൾ, അമ്മായിമ്മമാർ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മളൊരു ക്ഷമ ചെയ്യുക. നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ പിടിച്ച മുയലിന് 5 കൊമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇതിലേക്ക് ആണ് എത്തിക്കുന്നത്. അത് ദാമ്പത്യ ജീവിതം തകരാറുള്ള കാരണങ്ങളാണ്. നിങ്ങളുടെ ജീവിതമാണ്, അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടു. അല്ല നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തയ്യാറാകാതെ ഒരാൾ മാത്രം അങ്ങനെയല്ല. രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട്. പിന്നെ മദ്യപാനം എന്ന് പറയുമ്പോൾ അമിതമായ മദ്യപാനം. ഈ അമിതമായ മദ്യപാനം ഒരു ഭാര്യമാർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ദേഷ്യം, രണ്ടുപേരും ദേഷ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ ദേഷ്യം നിങ്ങളുടെ കുറച്ച് കൺട്രോൾ ചെയ്യുക. പിന്നെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഡിവോഴ്സിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ നിങ്ങളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. നിങ്ങളുടെ പിള്ളേരെയാണ് അത് ബാധിക്കുന്നത്. നിങ്ങളുടെ പിള്ളേരെങ്ങനെ ജീവിക്കും, അല്ല നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഇപ്പം ജോലിയുള്ള ഭർത്താക്കന്മാരാണോ കുഴപ്പമില്ല, ഭാര്യമാരാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുമോ? അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നോക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇപ്പം കെട്ടിച്ചു വിട്ട ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ അവരുടെ വീട്ടുകാർ സ്വന്തം വീട്ടിൽ പറയും. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ അതെല്ലാം നോക്കുക. അല്ല സ്വന്തമായി നമുക്കൊരു വരുമാനമുണ്ട്, പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഡിവോഴ്സിലേക്ക് പോകാതിരിക്കുക. ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരാളുടെ ജീവിതം പോകും, നിങ്ങളുടെ പിള്ളേരുടെ ഭാവി. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.